ഹലോ, ഞാനിപ്പോൾ വന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം ഡൗട്ട് ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് എന്നെ അറിയാത്തവരാണെങ്കിൽ എൻ്റെ പേര് കാർത്തിക, 22 വയസ്സുണ്ട്. ഞാനിവിടെ ജർമ്മനിയിൽ തേർഡ് ഇയർ ഹൗസ് ബിൽഡിംഗ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കാം. ആദ്യത്തെ ചോദ്യം ഏതാ? നേഴ്സിംഗ് പഠിക്കാൻ +2 എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം ചേച്ചിന്ന്? ആക്ച്വലി നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് നിങ്ങളിവിടെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് +2 ഒരു 50-70% മാർക്ക് മതി. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പാസ്സായി ഒരു 50% ഒരു 50-70% എബോവ് മാർക്ക് മതി. ബട്ട് നിങ്ങളുടെ മെയിനായിട്ട് ഇവിടുന്ന് നോക്കുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലാണ്. അപ്പം നിങ്ങൾക്ക് അതിനൊരു B1 അല്ലെങ്കിൽ B2 ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി. അപ്പം നമ്മൾ ജർമ്മൻകാർ മെയിനായിട്ട് നോക്കുന്നത് നിങ്ങളിപ്പോൾ +2 നിങ്ങൾക്കിപ്പോൾ 92% മാർക്കുണ്ട്, ബട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല. അപ്പോൾ നിങ്ങൾക്കതൊരു ഡീമെറിറ്റാണ്. അപ്പം മെയിനായിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലാണ് അവർ നോക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ജർമ്മനിയിൽ വരാൻ നല്ല എക്സ്പെൻസ് ആണോ? ആക്ച്വലി എക്സ്പെൻസ് ഉണ്ട്. ഇനീഷ്യൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നതിൻ്റെ, പിന്നെ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്നല്ല പഠിക്കുന്നത്, നിങ്ങളിപ്പം ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ചിലവ്, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പ്രോസസ്സിങ്, പിന്നെ നിങ്ങൾക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങണമല്ലോ, അത് അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ടി വരും. ബട്ട് നിങ്ങൾ ഹൗസ് ബിൽഡിങ് അങ്ങനത്തെ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ചിലവൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താ ചോദിച്ചേ? A1 മുതൽ B2 വരെ പഠിക്കാൻ ചേച്ചിക്ക് എത്രയായി ഫീസ്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇച്ചിരി കോമഡി ആയിരിക്കും, ബിക്കോസ് എനിക്ക് കുറച്ചധികമായി. ഞാനാണെങ്കിൽ ആദ്യം A1 പഠിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവിടെ പോയിട്ടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായത് അത് തട്ടിപ്പാണെന്ന്. അപ്പോൾ അവിടെ എൻ്റെ കുറച്ച് നല്ലൊരു എമൗണ്ട് ചിലവായി. എന്നിട്ട് ഞാൻ അതിന് സെക്കൻഡ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവിടെ നിന്നാണ് ഞാൻ B2 പാസ് ഔട്ട് ആയത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി കുറച്ചധികം ചിലവായി. ബട്ട് എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ എല്ലാം എഴുതി കിട്ടുകയാണെങ്കിൽ അറൗണ്ട് ഒരു 1 lakh 2 lakhൻ്റെ ഇടയ്ക്ക് നിൽക്കും, എല്ലാം എക്സാം ഇൻക്ലൂഡിങ് എല്ലാം കൂടെ. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഒരു ഫിക്സ്ഡ് എമൗണ്ട് പറയാൻ പറ്റില്ല. ഇത്ര ആകും, നിങ്ങൾക്ക് ഇത്ര ആകുള്ളൂ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എക്സാം എഴുതി ഫസ്റ്റ് തന്നെ കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾ വീണ്ടും എഴുതും. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവ് വരും. അതുകൊണ്ട് ഒരിക്കലും ആർക്കും ഇതൊരു ഫിക്സ്ഡ് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ BSc നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ആക്ച്വലി BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ്. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് തിയറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ നാട്ടിൽ പഠിക്കുന്നവരുണ്ട്. അവർക്ക് തന്നെ കുറേ സെമിനാർ അത് ഇത് കുറേ എഴുതാനും അതും ഇതും ഒക്കെ ഉണ്ട്. ബട്ട് ഞാനിവിടെ ഹൗസ് ബിൽഡിങ് ചെയ്യുമ്പോൾ എനിക്കെന്ന് പറയുമ്പം ഓഫ് കോഴ്സ് കുറേ പഠിക്കാനുണ്ട്, ബട്ട് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് പ്രാക്ടിക്കലാണ്. ഞങ്ങൾക്കിപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റേഷൻസ് തന്നെ പല പല സ്റ്റേഷനിൽ പോകുന്നു. ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പീഡിയാട്രി ഉണ്ട്, ആംബുലാൻ്റെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹൗസ് ബിൽഡിങ്ങിന് കുറച്ചുകൂടെ മെയിനായിട്ട് പ്രാക്ടിക്കലിനാണ് ഇമ്പോർട്ടൻസ്, എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. പിന്നെ എന്നാ ചോദിച്ചത്? ഹൗസ് ബിൽഡിങ് ചെയ്യുമ്പോൾ വേറെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ? യെസ്, തിയററ്റിക്കലി നമുക്ക് പറ്റും. അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വിസ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കാണും നിങ്ങൾക്ക് എത്ര സ്റ്റുഡൻറ്റ് എത്ര അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് ഇപ്പം ഇവിടെ വന്ന് ഇപ്പോൾ നിങ്ങൾ ഹൗസ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എംപ്ലോയറിനോട് നിങ്ങൾ ചോദിക്കണം. അവർ തീരുമാനിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇപ്പം നിങ്ങളുടെ വിസയിൽ ഇപ്പം 30 മണിക്കൂറുണ്ട്, ബട്ട് നിങ്ങളുടെ എംപ്ലോയർ പറയുക 28 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂറേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും, ബട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അവരും കൂടെ അലൗ ചെയ്താലായിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്? സ്റ്റൈഫൻ്റൊക്കെ റിയൽ ആണോ എന്ന്. അതെന്താ അങ്ങനെ ചോദിച്ചേ? ആക്ച്വലി സ്റ്റൈഫൻ്റൊക്കെ ഉള്ളത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് നഴ്സിങ്ങിനാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഒരു 1100+, പിന്നെ അത് നമുക്ക് ഓരോ ഇയർ കൂടിക്കൊണ്ടിരിക്കും. ഒരു തേർഡ് ഇയർ ആകുമ്പോഴത്തേനും 1300+ വരെ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അതുകൊണ്ട് ഈ സംഭവം ഉള്ളതാണ് കേട്ടോ, അത് ഫേക്ക് അല്ല. പിന്നെ
എന്താ ചേച്ചി ജർമ്മൻ എക്സാം പാസ്സാവാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ B2 ടഫാണ്. ബട്ട് ഞാൻ പറയട്ടെ, എന്തും പറഞ്ഞ് ഒരിക്കലും കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങളിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് പഠിച്ച് സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. പിന്നെ അതിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് പറ്റില്ല അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് ഇവിടെ എത്രയോ പേര് ലാംഗ്വേജ് പഠിച്ചിട്ട് വന്നിരിക്കുന്നു B2 പാസ്സായിട്ട്. അതുകൊണ്ട് ഭയങ്കര ടഫാണ് അങ്ങനെ നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ ബാക്കി ലക്കും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കുറേ പേരുണ്ട് ഇപ്പോൾ 1 മാർക്ക് 2 മാർക്കിനൊക്കെ പോകുന്നത്, അതൊരു ലക്കും ഉണ്ട്. ബട്ട് നിങ്ങൾ നിങ്ങളുടെ സൈഡ് ക്ലിയർ ആക്കുക, നന്നായിട്ട് എഫേർട്ട് ഇടുക, നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഐ മീൻ സ്പീക്കിംഗ് ആണെങ്കിലും എല്ലാം സംസാരിക്കുക, പിന്നെ എല്ലാ ദിവസവും വൊക്കാബുലറി പഠിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടുവാണെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ. പിന്നെ ചോദിച്ചേക്കുന്നത് എക്സ്പ്രഷൻ ഇമ്പ്രൂവ് ആക്കാൻ എന്താ ചേച്ചി ടിപ്സ് ഉള്ളതെന്ന്. ആക്ച്വലി മെയിനായിട്ട് വേണ്ടത്, ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്കിപ്പം നിങ്ങളിപ്പോൾ A1 പഠിക്കുന്ന ഒരാളാണ് എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് വെച്ച് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുമ്പോഴായിരിക്കും നമ്മുടെ നാക്കൊക്കെ ഈ ലാംഗ്വേജ് ആയിട്ടൊന്ന് വഴങ്ങി വരുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുക. പിന്നെ നിങ്ങൾ പോഡ്കാസ്റ്റ്, പിന്നെ പാട്ട്, സിനിമ ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ ഈ എല്ലാ ദിവസവും മലയാളം നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്കറിയാവുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ വേറൊരു ലാംഗ്വേജ് ഇങ്ങനെ കേട്ട് നിങ്ങളുടെ തലച്ചോറിനെ ആക്കുക. ഈ സംഭവം ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുന്നത്, തലച്ചോറിന് അതുമായിട്ടൊരു കമ്പനിയാവും. അങ്ങനെ നിങ്ങൾ സിനിമ കാണുക, പിന്നെ സംസാരിക്കുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. മണ്ടത്തരാണേലും നിങ്ങളങ്ങ് സംസാരിക്കുക, ഉറക്കെ സംസാരിക്കുക. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേനും മിണ്ടായിരിക്കരുത്. ഇപ്പോൾ ജർമ്മൻ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ അവരോട് ജർമ്മനിൽ തന്നെ നന്നായിട്ട് സംസാരിക്കുക. അപ്പം നിങ്ങളുടെ ലാംഗ്വേജ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ മെയിനായിട്ടുള്ളത്, ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരു 5 വൊക്കാബുലറി എങ്കിലും പഠിക്കുക. ഞാൻ ഒരു 10 50 ഒന്നും പഠിക്കാൻ പറയുന്നില്ല. ഒരു ദിവസം ഒരു 5 പഠിച്ചാൽ മതി. അങ്ങനെ 5 പഠിച്ച് നിങ്ങൾക്ക് വൊക്കാബുലറി പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ ടിപ്സ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു സ്റ്റഡി പാറ്റേൺ കണ്ടെത്തുക. ഐ മീൻ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പം എന്തിനേലും കണക്ട് ചെയ്തൊക്കെ പഠിക്കുക. അപ്പം ഞാൻ വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ നമ്മളൊരു സാധനം വീഡിയോകളിൽ കാണുമ്പം നിങ്ങൾ അപ്പം തന്നെ അതിൻ്റെ ജർമ്മൻ നോക്കുക. അപ്പം തന്നെ ഗൂഗിൾ എടുത്ത് നോക്കുക ഇതിൻ്റെ ജർമ്മൻ എന്താണ്. അപ്പം നിങ്ങളത് ഓർത്തിരിക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നിടത്തൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ച് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ ഇതങ്ങ് ശരിയാവും. അപ്പം ആദ്യം നിങ്ങൾ കുറച്ച് ഈ ലാംഗ്വേജിൽ അങ്ങ് ഇഷ്ടപ്പെടുക. അയ്യോ ഇത് ഭയങ്കര, ഇതെന്ത് പണ്ടാരം അങ്ങനെയൊന്നും ഓർക്കാതെ എന്നെ കൊണ്ട് പറ്റും, അത് പയ്യെ പഠിച്ചാൽ ശരിയാവും, അങ്ങനെയൊക്കെ ഓർത്ത് ആ ലാംഗ്വേജിന് ഇഷ്ടപ്പെട്ടങ്ങ് പഠിച്ചാൽ മതി, അപ്പോൾ ശരിയാവും. പിന്നെ ചോദിച്ചിട്ടത്, ചേച്ചി 3 മൊഡ്യൂൾസ് ഞാൻ പാസ്സായി, ബാക്കി 1 മൊഡ്യൂളിന് എന്താണ് ചെയ്യുക? അതോർത്ത് പേടിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് 3 മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് വരാൻ പറ്റും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ പോയ ഒരു മൊഡ്യൂൾ എഴുതിയെടുത്താൽ മതി, അതിന് കുഴപ്പമൊന്നുമില്ല. അതോർത്ത് വേറെ ഡോണ്ട് വറി. അതിപ്പോൾ നിങ്ങൾ ഗോയിത്ത് എഴുതിയേക്കുന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണോ 4 എഴുതിയേക്കുന്നത്, അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട. പിന്നെ നഴ്സിങ്ങിൻ്റെ സ്കോപ്പ് ഇനി കുറയുമോ അതോ കൂടുമോ എന്ന്. ആക്ച്വലി എനിക്ക് തോന്നുന്നു നഴ്സിങ്ങിൻ്റെ സ്കോപ്പ് ജർമ്മനിയിൽ കുറയുമെന്നായിരിക്കും. എൻ്റെ നിലവിലെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഇവിടെ ഇപ്പോഴും പേഴ്സണൽ മംഗൽ, ഐ മീൻ ഇപ്പോഴും ആൾക്കാരെ വേണം. ബിക്കോസ് ഈ ജർമ്മൻകാരെന്ന് പറയുന്നത് ഇവർ ഈ +2 ഒക്കെ കഴിഞ്ഞ് നേരെ നഴ്സിംഗ് വരുന്നവർ കുറവാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇവർ വേറെ ഫീൽഡിലേക്കൊക്കെയാണ് പോകുന്നത്, സ്പോർട്സ്, എൻജിനീയറിങ് അങ്ങനെയൊക്കെ. അപ്പം നഴ്സിങ്ങിൻ്റെ സ്കോപ്പ് നിലവിലിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ കുറേ വീഡിയോ കണ്ടു, അയ്യോ ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വിടുന്നു. ബട്ട് എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്താ വെച്ചേക്കുന്നത്, ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന ടൈമിൽ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുമോ? റൂൾസ് ഉണ്ടോയെന്ന്. നിങ്ങളിപ്പോൾ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാം. ബട്ട് കൊണ്ടുവരുന്ന ആൾക്ക് A1 ലെവൽ ലാംഗ്വേജ് വേണം. അതും കൂടാതെ നിങ്ങളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു ഷ്വെസ്റ്റർഹൈം, ഞാനിപ്പോൾ ഒരു ഷ്വെസ്റ്റർഹൈമിൻ്റെ ഹോസ്പിറ്റൽ തന്നിടത്താണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്കിപ്പോൾ ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് എവിടെ താമസിക്കാൻ പറ്റും, അതിനുള്ള റൂം, ഇതെല്ലാം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൽ കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി സ്ലിപ്പ്, അവർക്കുള്ള ചിലവ് നിങ്ങളെ കൊണ്ട് വഹിക്കാൻ പറ്റുമോ, അതൊക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടി വരും.
അതൊക്കെ ഹൗസ് ബിൽഡിങ് ചെയ്യുമ്പോൾ കൊണ്ടുവരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. പിന്നത്തെ ചോദ്യം, ഷിഫ്റ്റിൽ ഓഫ് ഡേ ഒക്കെ ഓഫ് ഡേ വർക്കൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി നമുക്ക് ഓഫ് ഡേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ആഴ്ചയിൽ 5 ദിവസത്തിൽ 1 ദിവസമെങ്കിലും ഓഫ് ഡേ കാണും. നമുക്കിവിടെ റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവർക്ക് റെസ്റ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഓഫ് ഡേ ഒക്കെ ഉണ്ടാവും. പിന്നെ വർക്കിംഗ് ഡേ എന്ന് പറയുമ്പോഴത്തേനും മോർണിംഗ് ഡ്യൂട്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. 6 മണി തൊട്ട് എൻ്റെ ഹോസ്പിറ്റലിലാട്ടോ 6 മണി തൊട്ട് 2:30 2:45 വരെയാണ് മോർണിംഗ് ഡ്യൂട്ടി വരുന്നത്. പിന്നെ ഈവനിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 12:30 തൊട്ട് 8:45 വരെ. അപ്പോൾ ഡ്യൂട്ടി പിന്നെ നൈറ്റ് ഡ്യൂട്ടി 8:45 തൊട്ട് രാവിലെ 6:30 6:15 വരെ എൻ്റെ ഹോസ്പിറ്റൽ ടൈമിംഗ് ആണ്. അപ്പോൾ ഡ്യൂട്ടി ടൈം ഒക്കെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഒരു പ്രശ്നം ഉള്ളായിരുന്നു, ഇപ്പം രാവിലെയൊക്കെ എന്നിട്ട് പോകും. എനിക്ക് തോന്നുന്നു അതാ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഓഫ് കിട്ടുമെന്നാണ് തോന്നുന്നു ഉദ്ദേശിച്ചത്. ഓഫ് കിട്ടും കേട്ടോ. പിന്നെ ഹോസ്പിറ്റലാണോ ഓൾഡ് ഏജ് ഹോം ആണോ നല്ലത് ചേച്ചി? ആക്ച്വലി അത് രണ്ടും നല്ലതാണ്. ബട്ട് ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മെഡിക്കൽ ടേംസ്, ഒരു നേഴ്സിങ്ങിൻ്റെ പാത, എന്താ ഞാൻ പറഞ്ഞ നേഴ്സിങ്ങിൻ്റെ പാതയല്ല, ഒരു നേഴ്സിങ്ങിൻ്റെ കറക്റ്റ് പാതയിൽ കൂടെ പോകണമെങ്കിൽ ഹോസ്പിറ്റലായിരിക്കും നല്ലത്. ബിക്കോസ് നിങ്ങൾ ഡെയിലി പേഷ്യൻസിനെ കാണുന്നു, അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, ഓരോരോ പുതിയ ക്രാങ്കായിട്ട്, അതായത് പുതിയ ഓരോരോ രോഗങ്ങൾ പഠിക്കുന്നു, മരുന്നുകൾ, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലായിരിക്കും കിട്ടുള്ളൂ. ഓൾഡ് ഏജ് ഹോമിലെന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും സെയിം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് പുതുതായിട്ടൊന്നും പഠിക്കാൻ കാണില്ല. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ പറ്റും, അതാണ് മെയിനായിട്ട്. പിന്നെ ഒരു ഡിഫറെൻ്റ് എന്ന് പറയുന്നത്, ഓൾഡ് ഏജ് ഹോമിലും നല്ലതാണ്, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ബിക്കോസ് നമുക്ക് അവിടുത്തെ ഓണർ, അവിടുത്തെ ആളുമായിട്ട് കുറച്ചധികം സംസാരിക്കാൻ ടൈമുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് വേറെ പണി കാരണം കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പെട്ടെന്നൊന്നും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നാൽ നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടില്ല. അതായിരിക്കും ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെന്താ ചോദിച്ചാൽ, എനിക്ക് കൊമേഴ്സിന് 58% ആണ്, ജർമ്മൻ B2 ഉണ്ട്, നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് പറ്റും? ഓഫ് കോഴ്സ് പറ്റും. നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സാണ്, ഞാൻ പറഞ്ഞു ഏതാണെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് B2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. ഗ്യാപ്പ് ഒരു ഇഷ്യൂ ആണോ? ഏജ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി പറയണത്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഗ്യാപ്പ് ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് വരുവാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്തു എന്നൊരു പ്രൂഫ് കാണിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏജൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ഗ്യാപ്പ് വന്നു, നിങ്ങൾ ഈ ഡിഗ്രി എടുക്കാൻ പോയി, അത് ചെയ്യാൻ പോയി, അതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചാൽ മതി, അത് ഓക്കെ ആണ്, നോ പ്രോബ്ലം. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ചെയ്യാൻ B2 നിർബന്ധമാണോ? ആക്ച്വലി എനിക്ക് തോന്നുന്നു ചില സ്റ്റേറ്റിലൊക്കെ B1 മതി. ബട്ട് ഇവിടെ എൻ്റെ അറിവിൽ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഉള്ളവരിൽ അവർക്ക് B2 വേണം. അത് ഡിപ്പെൻഡ് ഓൺ സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. ചില ഹോസ്പിറ്റലുകാർ B1 വെച്ചെടുക്കും, ചിലർ പറയും B2 തന്നെ വേണം. അത് ഡിപ്പെൻഡ്സ് ആട്ടോ. ഹൗസ് ബിൽഡിങ് കഴിഞ്ഞ് വേറെ കൺട്രിയിൽ പോകാൻ പറ്റുമോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് വെച്ച് യൂറോപ്പ് ഫുള്ള് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചില ഇത് കണ്ടു, നമുക്ക് ഇന്ത്യ വന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു നേഴ്സിന് ജർമ്മനി വന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ജർമ്മനിയിൽ നമ്മൾ നഴ്സിംഗ് പഠിച്ചിട്ട് ഇന്ത്യയിൽ പോകുമ്പോൾ എല്ലാ കൺട്രീസിലും ഒരു എൻട്രി പ്രോസസ്സ് എന്തായാലും ഉണ്ടാവും. അതിന് അർത്ഥം ജർമ്മനിയിലുള്ളവർക്ക് വേറെ എവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. നിങ്ങൾ ഏത് കൺട്രീസിൽ പോവുകയാണെങ്കിലും അവിടെ എന്തായാലും ഒരു എൻട്രി പ്രോസസ്സ് ഉണ്ടാവും. അതാണ്, അല്ലാതെ ജർമ്മനിയിലുള്ളവർക്ക് വേറെ എവിടെ വർക്ക് ചെയ്യത്തില്ല എന്നല്ല. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഒരു എക്സാമോ അങ്ങനെ എന്താണെങ്കിലും ഒരു പ്രൊസീജിയർ ഉണ്ടാവും എല്ലായിടത്തും. പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്, നോക്കട്ടെ. നാട്ടിലെ ഫ്രണ്ട്സിലൊക്കെ മിസ് ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം നിങ്ങൾ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ബട്ട് നാട്ടിലെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അത് വേറൊരു വൈബാണ്. അപ്പം അവരെന്തായാലും മിസ് ചെയ്യും. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ വഴിയില്ല, അപ്പം നമ്മളങ്ങ് അതായിട്ട് അലിഞ്ഞു പോകും. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഔപ്പേർ ചെയ്യാൻ നല്ലതാണോ ചേച്ചിന്ന്. ഔപ്പേർ ചെയ്യുന്നത് നല്ലതാണ്.
അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. ബിക്കോസ് നിങ്ങളിപ്പോൾ ഒരു ജർമ്മൻ ഫാമിലിയോട് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് എന്തായാലും ഇമ്പ്രൂവ് ആവും. ബട്ട് ഞാനിങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ, ഔ പെയർ ചെയ്യുന്നവർക്കുള്ള ബാഡ് എക്സ്പീരിയൻസ്. നല്ലതുള്ളവരും ഉണ്ട്, ബട്ട് ഞാൻ കേട്ടതിൽ കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക. ഔ പെയർ ചെയ്യുന്നത് നല്ലതാണ്, എക്സ്പീരിയൻസ് കിട്ടും, പിന്നെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. ബട്ട് എന്താണേലും 2 തവണ ആലോചിച്ചിട്ട് ആ ഫാമിലിയായിട്ട് കണക്ട് ചെയ്യുക, ആയിരിക്കാം നല്ലത്. പിന്നെ ചേച്ചി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാന്ന് പറയും. എടാ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഇല്ല. അവിടെ ഉള്ളവരൊക്കെ ജർമ്മനിയിലേക്കും അങ്ങോട്ടൊക്കെ ആയിട്ട് പോന്നു. അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. പിന്നെ ചേച്ചിക്ക് മെസ്സേജ് റിപ്ലൈ ഒന്നുമില്ല. ആക്ച്വലി എനിക്കിങ്ങനെ +2 കഴിഞ്ഞ് പിള്ളേരാണെന്ന് തോന്നുന്നു കുറേ അധികം പിള്ളേർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം കേട്ടോ. വേറെന്താ ചോദിച്ചേക്കുന്നത് നോക്കട്ടെ. ചേച്ചി ജർമ്മൻ പഠിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ഡീമോട്ടിവേറ്റ് ആക്കുകയാണ്. ഈവൻ ഫ്രണ്ട്സ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു. എടാ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ കാണും. ബട്ട് നമ്മൾ അവരുടെയൊക്കെ മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം. സിനിമ ഡയലോഗല്ല. അതായത് ഇപ്പം എന്താ പറയുന്നത്, കുറച്ചധികം പേരിങ്ങനെ അവർക്ക് അറിയില്ലാത്ത കാര്യം അവരങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. ഏതാണ്ട് ലാംഗ്വേജ് ഒരിക്കലും കിട്ടില്ല എന്നും. അങ്ങനെയാണെങ്കിൽ ഈ ജർമ്മനിയിലുള്ളവരൊക്കെ പിന്നെ ചുമ്മാ വന്നവരാണോ? ഈ ലാംഗ്വേജ് കിട്ടില്ല എന്ന് പറയാം. ഇത് പഠിച്ചാൽ കിട്ടുന്നൊരു സംഭവമാണ് എന്നും ഇത് അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ പേര് കാണാം. അവരെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. നിങ്ങളെക്കൊണ്ട് പറ്റുമോ അത് നിങ്ങൾ ആദ്യം നോക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് വെക്കേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ യൂട്യൂബിൽ കുറച്ച് ജർമ്മൻ വീഡിയോസൊക്കെ എടുത്ത് കണ്ട് നിങ്ങൾ നോക്കുക, ഈ സംഭവം എന്താണ്, നിങ്ങളെക്കൊണ്ട് പറ്റുമോ, നിങ്ങൾക്കപ്പോൾ ഒരു ഇത് മനസ്സിലാവുമല്ലോ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്ന് നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കുക. ഈ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരൊക്കെ ഇഗ്നോർ ചെയ്യടാ. ഇത് നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങളത് ആലോചിച്ച് തീരുമാനം എടുക്കുക കേട്ടോ. പിന്നെന്താ, ഈ ഇൻ്റർവ്യൂ പാടാന്ന് പറയണ സത്യമാണ്. എടാ അത് എനിക്ക് ഇൻ്റർവ്യൂവിന് ഞാൻ കുറേ ഏതാണ്ടൊക്കെ പഠിച്ചായിരുന്നു, എന്തുകൊണ്ട് നേഴ്സിംഗ് തിരഞ്ഞെടുത്തു. അപ്പം ഞാനിങ്ങനെ നേഴ്സിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കാർ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കുറച്ചധികം പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂവിന് എന്നോട് ചോദിച്ചത് മെയിനായിട്ട് ജർമ്മനിയിൽ ആരെങ്കിലും അറിയാവോ, അവർ എവിടെയാ, പിന്നെന്താ അങ്ങനെ എന്തൊക്കെയോ ചുമ്മാ കോമൺ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അതെനിക്ക് തോന്നുന്നു അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവർ മെയിനായിട്ട് നോക്കുന്നത് എനിക്ക് സംസാരിക്കാൻ അറിയുമോ എന്നായിരുന്നു. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇവർ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇതാണ് ഇവർ മെയിനായിട്ട് നോക്കിയത് എന്നാട്ടോ. അല്ലാതെ ടഫാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, വേറെ ടഫ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവുമായിരിക്കും. ബട്ട് നിങ്ങളതൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി, അപ്പോൾ സെറ്റാവും. ജർമ്മൻ ലാംഗ്വേജിൽ ഒരു വീഡിയോ ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം, അത് സെറ്റാക്കാം. ക്ലാസ്സിൽ മലയാളീസ് ഉണ്ടോയെന്നോ? എൻ്റെ അമ്മ ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു 10-14 മലയാളീസ് ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ ജർമ്മൻസ് ആകെ 3 പേരേ ഉള്ളൂ. പിന്നെ വേറെ ഔസ്ലാൻഡേഴ്സ് ഉണ്ട് കേട്ടോ, ഒരു 4-5 പേര്. ബാക്കി ഫുള്ള് മലയാളീസാണ്. അതുകൊണ്ട് മലയാളീസിന് ക്ഷാമമൊന്നുമില്ല, മലയാളികളുണ്ടടാ. ചേച്ചി ജർമ്മനി പോയത് ഒറ്റയ്ക്കാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എടാ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ +1 +2 ഒരുമിച്ച് പഠിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ജർമ്മനിയിലേക്ക് വന്നത്. ലാംഗ്വേജ് പഠിച്ചത് ഒരുമിച്ചാണ്, ഇവിടെ വന്നതും ഒരുമിച്ചാണ്. ബട്ട് നിങ്ങൾക്കിപ്പോൾ എന്താ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് വരണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്ക് വന്നവരും കുറേ പേരുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാൻ അവളുടെ കൂടെയാണ് വന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. പിന്നെ നാട്ടിലാണോ അവിടെയാണോ നല്ലത്? അയ്യോ നാട്ടിലാണ് നല്ലത്, ബിക്കോസ് എൻ്റെ വീട്ടുകാരും എല്ലാവരും അവിടെയാണ്. ബട്ട് ഇവിടെ നല്ലതാണ് കേട്ടോ. കാരണം എന്താ, ഇവിടെ ഒറ്റയ്ക്കാ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബട്ട് അതിൽ നിന്നൊരു നല്ല കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ 22 വയസ്സിൽ ഞാൻ തന്നെ എൻ്റെ കാര്യമൊക്കെ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് വലിയ സംഭവമാണ്. ബിക്കോസ് എന്താ, എനിക്ക് ഒന്നാലോചിച്ച് നോക്ക്, ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പണ്ട് നാട്ടിലായിരുന്നപ്പോൾ ഒരു മുട്ടയൊക്കെ പൊരിച്ച് പപ്പടം പൊള്ളിച്ച് തിന്ന, ഇതൊക്കെ ഇപ്പം ഞാൻ എക്സ്പേർട്ട് കുക്കായി. അതുകൊണ്ട് എന്താ രണ്ടും നല്ലത്. എന്നാലും നാട് മിസ് ചെയ്യും. നാടും അടിപൊളിയാ, ഇവിടെ അടിപൊളിയാ അങ്ങനെ പറയാം.
വിച്ച് ഈസ് ദ ടഫസ്റ്റ് ഫേസ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ഈസിയസ്റ്റ് ഫേസ്? അങ്ങനെ ചോദിച്ചാൽ അയ്യോ, ടഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ തുടക്കമായിരുന്നു. A1 ഞാൻ A1-ന് ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആദ്യത്തെ ഒരാഴ്ച എൻ്റെ പൊന്നോ, ഈ ABCD ഒക്കെ ഓക്കെ, ഇത് കഴിഞ്ഞ് ഇവർ മറ്റേ നോമിനാറ്റീവ് അക്വസാറ്റീവ് ഗ്രാമാറ്റിക് അങ്ങ് തുടങ്ങി. എൻ്റെ കിള്ളി പോയി. അപ്പം ഞാൻ ഓർത്തെ ഈ ലാംഗ്വേജ് ഇതെന്തായാലും എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ച്. ഞാൻ എനിക്ക് അത്രയും ടെൻഷനായിരുന്നു, ഇതെങ്ങനെ പഠിച്ചെടുക്കും, ഇത് എന്നാ കുന്തുവാന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു ടഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ. ഈസിയസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ, ഒരു B2 ഒക്കെ എത്തിയപ്പോഴത്തേനും ഈസി എന്നല്ല, അപ്പോൾ കുറച്ചുകൂടി ഈ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലായി. ഓ, ഇതിങ്ങനെയാണ്, ഈ വെർബ് ഇവിടെ ഇട്ട് ആ വെർബ് അവിടെ പോവും, അങ്ങനെയൊക്കെ മനസ്സിലായി. അപ്പോൾ കുറച്ചുകൂടെ ഒരു മനസ്സിൻ്റെ സമാധാനം കിട്ടി. ഈസി എന്നല്ല, ഒരു സമാധാനം അങ്ങനെ പറയാം. അതാണ് ഈസി ഒരു ടഫ്. തുടക്കം ഭയങ്കര എനിക്കൊന്ന് അതെന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ എന്തായാലും തോന്നും തുടക്കത്തിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന്. ബട്ട് നിങ്ങൾ ഗീവപ്പ് ചെയ്യാതെ പഠിച്ചെടുത്താൽ മതി, സെറ്റാ. പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്? 3 മൊഡ്യൂൾ, അത് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ 40,000 രൂപയൊക്കെ മതിയെന്ന് ചില ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്. ഫേക്ക് ആയിരിക്കും, അതോ ഏതാ നല്ലതെന്ന് അറിയുന്നില്ല. എടാ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് ആർക്കും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ നീ ഇപ്പോൾ പോയി ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ എക്സാം പാസ്സാവും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയണേ, നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. +2 കഴിഞ്ഞ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കാൻ ഞാൻ ചോദിച്ചു. ഓക്കെ, 2 അവർ ക്ലാസ്സേ ഉള്ളൂ, അത് മതിയോ പഠിക്കാൻ? എടാ, എനിക്ക് മോർണിംഗ് ക്ലാസ് നേരത്തെ എന്ന് പറയുന്നത് രാവിലെ 9 to 12 മണി വരെയായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഇവിടെ 2 hours നിങ്ങളെ കുറേ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മതിയായിരിക്കും. ഇപ്പം നല്ല പോർഷൻസൊക്കെ നല്ലോണം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ധാരാളമാണ്. അപ്പോൾ ബാക്കി ടൈം നിങ്ങൾക്ക് നന്നായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുമല്ലോ. പിന്നെന്താ ചോദിച്ചേക്കുന്നത്? നഴ്സിംഗ് ഹോസ്പിറ്റലിൽ സ്കോപ്പ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് കുറേ ചേച്ചിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ ഓക്കെയാണ്. എടാ, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അയച്ചാൽ മതി. ബട്ട് റിപ്ലൈ തരാൻ ഇച്ചിരി ലേറ്റ് ആയാലും ഞാൻ എങ്ങനെയും തരാൻ നോക്കാം. ഔപ്പേർ വന്നാൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകുമോ, അതോ നാട്ടിൽ നിന്ന് ഫുൾ മൊഡ്യൂൾ എടുത്തിട്ട് വരുന്നതാണോ നല്ലത്? ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് മൊഡ്യൂൾ എടുക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഫുൾ മൊഡ്യൂൾ എടുത്തിട്ട് വരുന്ന ഏറ്റവും നല്ലത്. ഏറ്റവും കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുന്നു, അത്രയും നല്ലതാണ്. അയ്യോ, ഇത് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിങ്ങനെ പറയുവാണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും, നിങ്ങൾക്കിത് ബോറടിക്കും. ഞാൻ ഇത് വേറൊരു പാർട്ടായിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങളിപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നവരാണേലും പഠിക്കാൻ പോകുന്നവരാണേലും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്ത കുറേ പേരുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ ടൈമുള്ള പോലെ യൂട്യൂബിലോ എവിടെയെങ്കിലും ഒക്കെ നോക്കി ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും നല്ലത് നിങ്ങൾ ആദ്യം ആരോടും പറയണ്ട നിങ്ങളിത് പഠിക്കാൻ പോവുക. അപ്പം നിങ്ങൾക്ക് ചോദ്യം വരും, എന്താ പോകുന്നതെന്നൊക്കെ. അതിൽ ഏറ്റവും നല്ലത് പോവാൻ നേരത്തെ പറയുക. അതിന് മുമ്പ് പറയുന്നതൊക്കെ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരെ ഇഗ്നോർ ചെയ്യുക. നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് നിങ്ങളങ്ങ് വിചാരിക്കുക. നിങ്ങൾ ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, ഈ ഞാനടക്കം ഇവിടെ വന്നവരൊക്കെ എന്തായാലും ഈ B2 പാസ്സായിട്ടാണ് വന്നത്. അതെന്തായാലും നടക്കാത്തൊരു സംഭവം ആയതുകൊണ്ടല്ല, എനിക്കൊന്നും ഒരു പ്രത്യേകതയുള്ള ആരും അല്ല താനും. അപ്പം നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ എന്തായാലും ഇവിടെ വരാൻ പറ്റും. ഇവിടെ വന്നാൽ പെട്ടു പോകുന്നുമില്ല. ബിക്കോസ് ഞാൻ വന്നിട്ട് ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി മീൻസ് ഞാൻ എന്താ പറയണേ, വിഷമങ്ങൾ ഉണ്ടാവും, നമ്മളിപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ ടൈമൊക്കെ ഉണ്ടാവും. ബട്ട് എന്നാലും വേറൊരു സൈഡിൽ നോക്കുമ്പോൾ ഈ ഏജിൽ നമ്മൾ സ്റ്റേബിൾ ആകുമെന്നല്ല, എന്നാലും കുറച്ചൊക്കെ എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ടല്ലോ, അങ്ങനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. അപ്പം ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റിൽ ഇടുക. പിന്നെ വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്, അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അപ്പം എന്നെ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നമുക്ക് ഇനി അടുത്ത ഏതെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലാംഗ്വേജ് പഠിക്കുന്നവർ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരാണ്, നമുക്കിവിടെ വന്നിട്ട് കാണാം. ഓക്കെ, ബൈ.